ഇത് കണ്ണൂർ കുന്നുമ്മൽ അടുവാപ്രം നാരായണന്റെ പണിശാലയാണ്. ഭക്തിയും ആവേശവും വിതറി മലബാറിലെ കാവുകളെ മുഖരിതമാക്കുന്ന തെയ്യക്കോലങ്ങളുടെ ചെറുരൂപങ്ങളെ പണിതെടുക്കുന്ന പണിശാല. മുച്ചിലോട്ട് ഭഗവതിയും കതിവനൂർ വീരനും മുത്തപ്പനും ഗുളികനുമെല്ലാം കുന്നുമ്മൽ നാരായണന്റെ കാവിന് മുന്നിൽ തോറ്റത്തിന് തയ്യാറാണ്. തുടക്കം പറഞ്ഞാൽ ഇങ്ങനെ ഈ പേപ്പറിൽ അവൻ്റെ വാക്കുകളിൽ ഇങ്ങനെ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കാണും. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും തോന്നി ചെരിയിൽ ഒന്ന് നോക്കാമെന്നുള്ളത് തോന്നൽ വന്നു. അപ്പോൾ ആദ്യം ഞാനും ഈ പിന്നെ ആമ, മുയൽ, മറ്റേ അങ്ങനെ കോഴി ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി. എന്തെങ്കിലും കണ്ടാൽ ഒന്ന് ഉണ്ടാക്കണം തോന്നുന്നു. അപ്പോൾ അത് ഉണ്ടാക്കും. അപ്പോൾ ഉണ്ടാക്കി തോന്നി പിന്നെയാണ് ഈ തെയ്യത്തിലേക്ക് കടന്നത്. അപ്പോൾ തെയ്യത്തിനൊന്ന് ആദ്യം മുത്തപ്പൻ മുളാട്ടത്തിന് ഉണ്ടാക്കാമെന്ന് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ അത് സംഭവം ശരിയാകുന്നുണ്ട്. അത് എല്ലാം ചേരി തന്നെയാണ് മൊത്തം പരിപാടി. അങ്ങനെ അതിനുശേഷം പിന്നെ ഓരോ തെയ്യത്തിൻ്റെ മുത്തപ്പൻ, തിരുവപ്പന, പിന്നെ കുട്ടിശാസ്ത്രം അങ്ങനെ ഓരോന്നുണ്ടാക്കിയിട്ട് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടിശാസ്ത്രം നമ്മൾ അമ്മാവൻ ഉണ്ടാക്കലുണ്ട്. അമ്മാവൻ ഉണ്ടാക്കലുണ്ട് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഞാൻ അമ്മാവോട് ചോദിച്ചേക്കാം, അമ്മ ഒരു കുട്ടിശാസ്ത്രം ഉണ്ടാക്കണം. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, ഇവിടെ കുറച്ച് പണിയുണ്ടായിനി, എനിക്ക് ആവില്ല പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് കാണിച്ചപ്പോൾ മൂപ്പർ സമ്മതിച്ചു. പിന്നെ ഞാൻ സന്തോഷത്തിന് ഉണ്ടാക്കി കൊണ്ട് കാണിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞു സംഭവം കണ്ടീഷനാണ്. പിന്നെ അങ്ങനെ ഓരോ തെയ്യത്തിനും നമ്മൾ ചിലപ്പോൾ ഈ തെയ്യം കാണാൻ പോയിട്ടാകുമ്പോൾ ഇത് കണ്ടിട്ടാകുമ്പോൾ ഇതിലുണ്ടാക്കണം എന്ന് തോന്നിയാൽ അതുപോലെ ഉണ്ടാക്കും. അപ്പോൾ അതുപോലെയാണ് ഈ വടക്കത്തിയ പകുതി. ഇത് പൂമംഗലത്തുള്ള കുഞ്ഞുമംഗലത്തുള്ള തെയ്യം. ചകിരി ഉപയോഗിച്ചാണ് തെയ്യം രൂപങ്ങളുടെ പ്രധാന നിർമ്മാണം. കൂടെ ചില പാഴ്വസ്തുക്കളും ഉപയോഗിച്ച് ദിവസങ്ങൾ പിന്നിട്ട ക്ഷമാപൂർവമുള്ള ജോലിക്ക് ശേഷമാണ് ഈ ദൈവരൂപങ്ങൾ വിശ്വാസികൾക്ക് മുന്നിലെത്തുക. ഉണ്ടാക്കുമ്പോൾ കാണുമ്പോൾ ആൾക്കാർ പറയും ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഈ തിരുവപ്പനെയും മുളാട്ട് ഉണ്ടാക്കിയിട്ട് ചില ഈ പ്രായമുള്ള പെണ്ണുങ്ങൾ കണ്ടിട്ടാകുമ്പോൾ തൊട്ടിൽ ദൈവം തൊട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ ആൾക്കാരും പറയും ഇതുപോലെ ഉണ്ടാക്കുന്ന ഇപ്പോൾ ആരുമില്ല. അപ്പോൾ ഉണ്ടാക്കി പറയുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ സന്തോഷം.